ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ക്ലാരയുമായി പല ചിന്തകളും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ താലോലിക്കുന്നതാണ്. നമുക്കറിയാം, അസീസിയിലെ ഫ്രാൻസിസുമായിട്ട് വിശുദ്ധ ക്ലാരയ്ക്കുണ്ടായിരുന്ന ആത്മീയ ബന്ധം വളരെ ശക്തമായ ഒരു ആത്മീയ ബന്ധം. ആത്മീയ മനുഷ്യരായി മാറിയാൽ മറ്റുള്ളവരെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റും. നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ പഠിക്കും. മാതാപിതാക്കൾ നല്ല പ്രാർത്ഥനയും ആത്മീയതയും ഉള്ളവരാണെങ്കിൽ മക്കളത് കണ്ടുപിടിച്ചോളും. നമ്മളവരെ വാക്കുകൾ കൊണ്ട് പഠിപ്പിക്കുന്നതിനേക്കാൾ നമ്മുടെ ജീവിതം കണ്ട് അവർ പഠിക്കും എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ഓരോ വിശുദ്ധരെയും കണ്ടിട്ട് അവരെ അനുകരിക്കണം, അവരെ പോലെ വിശുദ്ധരാകണം എന്നൊക്കെ ചിന്തിച്ച പല വ്യക്തികളെയും സഭാ ചരിത്രത്തിൽ നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ്. ഫ്രാൻസിസ് ഓഫ് അസീസി ദാരിദ്ര്യത്തെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു. ദരിദ്രനായി ജീവിച്ച ഒരു വ്യക്തി. നമ്മൾ കാണുന്നു, ക്ലാര പുണ്യവതി വർഷങ്ങളോളം വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. ആ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടതെല്ലാം കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. മറ്റൊന്നും കഴിക്കാതെ വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് വർഷങ്ങളോളം ജീവിച്ച വ്യക്തി. ഒരു ദിവസം ഒരു നേരം ഭക്ഷണം വിട്ടാൽ ചിലപ്പം നമ്മുടെ അവസ്ഥ മാറും, നമ്മുടെ മനോഭാവം മാറും, മനസ്സിൻ്റെ സന്തോഷം പോകും. ഇത് വർഷങ്ങളോളം വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച്, എന്നാൽ എല്ലാ കാര്യങ്ങളും സാധാരണക്കാർ ചെയ്യുന്നത് പോലെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ്. വിശുദ്ധ ക്ലാരയ്ക്ക് വേണമെങ്കിൽ നല്ല അടിപൊളി ജീവിതം നയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. സമ്പത്തിന് സമ്പത്ത്, കുടുംബ മഹിമ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം വിട്ടിട്ട് അവൾ ചെയ്ത ഒരു കാര്യമാണ്, അവൾ പോയിട്ട് അവളുടെ മുടിയൊക്കെ മുറിച്ച് കളഞ്ഞ് ഒരു കയർ അരയിൽ ചുറ്റി. അങ്ങനെ ക്ലാരമഠം ഇന്ന് നമ്മൾ ആ മഠത്തിലെ സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ആഡംബരങ്ങളോ ലോകം പ്രശംസിക്കണം എന്നുള്ള ആ ചിന്ത വേരോടെ പിഴുതെറിഞ്ഞു. അങ്ങനെ ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിയാണ്. എത്രയോ വ്യക്തികളെ അവർക്ക് ദൈവരാജ്യത്തിന് വേണ്ടി നേടിയെടുക്കാൻ പറ്റി. ഇവരിങ്ങനെ ഒരു മഠത്തിൽ പോയി താമസിച്ചപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ സഹോദരിയും ഇതേ ഉദ്ദേശത്തോടു കൂടി അവിടെ എത്തി, അമ്മ എത്തി. അങ്ങനെയാണ് ആ ക്ലാര മഠത്തിന് ഒരു ആരംഭം ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ, ആത്മീയതയിൽ നമ്മൾ എത്തിയാൽ മറ്റുള്ളവർക്കും അത് കണ്ട് അനുകരിക്കാൻ നമ്മളെ അനുകരിക്കാൻ പറ്റും. അങ്ങനെ ദൈവരാജ്യത്തിന് അർഹത നേടാൻ പറ്റും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. വിശുദ്ധ ക്ലാരയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം, അവര് വിശുദ്ധ കുർബാനയെ എത്രമാത്രം പ്രണയിച്ചു, അതുമൂലം ദൈവം എങ്ങനെ അവരെ സംരക്ഷിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു സംഭവമാണ്. ഒരിക്കൽ ഈ സോൾജിയേഴ്സ് ആയിട്ടുള്ളവർ അവര് ഇങ്ങനെ അസീസി പട്ടണം ലക്ഷ്യമാക്കി വരുന്ന സമയത്ത് അവർക്ക് മനസ്സിലായി, അവർ കേൾക്കുകയാണ് അവിടെ ഒരു കന്യാസ്ത്രീകൾ താമസിക്കുന്ന മഠമുണ്ട്. ഉടനെ അതിൻ്റെ നേതാവ് പറഞ്ഞൊരു കാര്യം, അന്നാദ്യം അങ്ങോട്ട് വിട്ടോളാൻ പറ്റും, കന്യാസ്ത്രീകൾ താമസിക്കുന്ന മഠത്തിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ പറഞ്ഞ് അവർ മുന്നേറുന്ന ഒരു ന്യൂസ് ഈ ക്ലാര മഠത്തിൽപ്പെട്ട സിസ്റ്റേഴ്സിന് ലഭിച്ചു. ഉടനെ ഒരു സിസ്റ്റർ വന്നിട്ട് ക്ലാരയോട് സൂചിപ്പിച്ച ഒരു കാര്യം, മദറേ നമ്മളെല്ലാം പ്രശ്നത്തിലായല്ലോ, ഇനി അവര് ആ കാട്ടാളന്മാർ നമ്മളെ ലക്ഷ്യം വെച്ചാൽ വരിക, ഇവിടെ എത്തിക്കഴിഞ്ഞ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവർക്കും അറിയായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ പേടിച്ച് വിറച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഉടനെ ക്ലാര ചെയ്ത ഒരു കാര്യം, വിശുദ്ധ കുർബാനയുടെ മുമ്പിലേക്ക് പോയി അവിടെ മുട്ടുകുത്തി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു സ്വരം കേൾക്കുക, ഒരു പയ്യൻ്റെ സ്വരം പോലെ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ ഞാൻ സംരക്ഷിക്കും. ഏതായാലും ആ വാക്ക് കേട്ടതോടെ ക്ലാര മറ്റ് കന്യാസ്ത്രീമാരോട് പറഞ്ഞു, നിങ്ങളാരും പേടിക്കണ്ട, നമുക്ക് സഹായത്തിന് ദൈവമുണ്ട്, ആ ദൈവം നമ്മെ സഹായിക്കും. എന്നിട്ട് ഇവര് അരളിക്ക എടുത്ത്, വിശുദ്ധ കുർബാന ഉണ്ടായിരുന്ന അരളിക്ക എടുത്ത് ജനൽപ്പടിയിലേക്ക് വന്നു. എന്നിട്ട് ഒരു മുകളിലത്തെ നിലയിലാണ് ആ ജനല്, അത് തുറന്നിട്ട് ഇതിങ്ങനെ ഉയർത്തിപ്പിടിച്ചു.
ആ സമയത്തുണ്ടായ കാര്യം അത്ഭുതകരമായൊരു കാര്യം. ഇവര് സോൾജിയേഴ്സ്, സൈന്യം ഓരോരുത്തരായിട്ട് തിരിച്ചോടുക. എന്താ കാരണം ആർക്കും അറിയത്തില്ല. ഇവരെല്ലാം ഓടുക. ഇനി ഒരാൾ ഓടുന്ന കണ്ട് മറ്റേ ആൾ ഓടാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് വിട്ടുപോയി. അവര് മടത്തിൽ നിന്ന് മാത്രമല്ല അസീസിയും തന്നെ അവര് പലായനം ചെയ്തു എന്നുള്ളത് വലിയ ഒരു സംഭവമാണ്. നമ്മൾ ഈ ദിവ്യകാരുണ്യത്തിൽ ശരണപ്പെട്ടാൽ, ദിവ്യകാരുണ്യത്തെ പ്രണയിച്ചാൽ ദൈവം എത്രമാത്രം നമ്മെ പരിപാലിക്കും, സംരക്ഷിക്കും, പരിപോഷിപ്പിക്കും, ഇതെല്ലാം ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഇന്നത്തെ സുവിശേഷഭാഗം എടുക്കുകയാണെങ്കിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകണം. ഇന്ന് നമ്മളെയൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധിയാണോ, അതോ ശിശുതുല്യമായ ഒരു സ്നേഹം, നിഷ്കളങ്കത, വിശ്വാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ? ഒരു ശിശുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉയർന്നു നിൽക്കുക, നമ്മുടെ ആണേലും മനസ്സിലേക്ക് ഓടി വരിക. ഇതുവല്ലോ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞ് നമ്മളെ നയിക്കുന്നുണ്ടോ, അതോ ബുദ്ധിയും ചോദ്യങ്ങളും സംശയങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ ഉയർന്നു നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയാൽ, പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് ഇതുപോലെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാത്തത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവം നമ്മളെ ഏറ്റെടുത്ത് ദൈവം നമ്മളെ സംരക്ഷിക്കണം. അത്ഭുതകരമായ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ഈ ശിശുതുല്യമായിട്ടുള്ള ഒരു നിഷ്കളങ്കത, സ്നേഹം, ആശ്രയ മനോഭാവം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യമാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടു, പ്രവാചകനോട് ദൈവം ആവശ്യപ്പെട്ടൊരു കാര്യം. എസെക്കിയേൽ 2-ാം അധ്യായം, 5-ാം അധ്യായം ഇതെല്ലാം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, പ്രവാചകനോട് വാതുറക്കാൻ പറഞ്ഞതും വചനച്ചുരുൾ വെച്ചു കൊടുത്തതും എന്നിട്ട് അത് ഭക്ഷിച്ച് വയറ് നിറയ്ക്കാൻ പറഞ്ഞതും. നമ്മളൊക്കെ ഭക്ഷണം കഴിച്ച് വയറ് നിറയ്ക്കുന്നത് പോലെ വചനം വായിച്ച് വയറ് നിറയ്ക്കാറുണ്ടോ? അതോ വചനത്തിൻ്റെ കാര്യം വരുമ്പോൾ ചെറിയൊരു പാരഗ്രാഫ്, ഒരു കുഞ്ഞ് പാരഗ്രാഫ് കിട്ടിയാൽ അത് മതി, അല്ലെ ഏതെങ്കിലും ഒരു വചനം കിട്ടിയാൽ മതി? അങ്ങനെയാണോ നമുക്ക് വയറ് നിറയ്ക്കാൻ പറ്റുന്നത് എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇവിടെ ആവശ്യപ്പെട്ട ഒരു കാര്യം ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. അങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് എസെക്കിയേൽ പ്രവാചകന്, മറ്റു പ്രവാചകന്മാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം, അതനുസരിച്ച് ദൈവത്തിൻ്റെ വക്താക്കളായി മാറാൻ പറ്റി. ദൈവം പറയുന്ന അല്ലാതെ അതിനപ്പുറത്തോട്ടൊന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടായാൽ നമുക്ക് ദൈവഹിതം അറിയാൻ പറ്റും, ദൈവഹിതം നിറവേറ്റി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. അതൊക്കെയാണ് നമുക്ക് സ്വർഗത്തിന് അർഹത നേടിത്തരുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഇന്ന് സഭയിൽ പ്രത്യേകമായിട്ട് നമ്മൾ അനുസ്മരിക്കുന്ന വിശുദ്ധ ക്ലാരയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ടും അവരുടെ ജീവിതം അനുകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടും അതിനുവേണ്ട കൃപയ്ക്കായിട്ട് ദൈവത്തോട് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം.